കിഴക്കമ്പലം ജംഗിൾ പാർക്കിലെ ചതുപ്പിൽ 5 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ കുട്ടികളുമായി എത്തിയ അധ്യാപകർക്കെതിരെ പാർക്കിന്റെ മാനേജർ കുട്ടിയെ അധ്യാപകർ ശ്രദ്ധിച്ചില്ലെന്നും മുൻകരുതൽ നിർദ്ദേശം നൽകിയിട്ടും അവഗണിച്ചുവെന്നും മാനേജർ ചാൾസ് മീഡിയ വണിനോട് പറഞ്ഞു. പാർക്ക് ജീവനക്കാർ ഒപ്പം വരേണ്ടെന്നും കുട്ടികളെ തങ്ങൾ നോക്കിക്കൊള്ളാമെന്നും ടീച്ചർമാർ പറഞ്ഞു. കുട്ടിയെ കാണാതായി അരമണിക്കൂർ കഴിഞ്ഞാണ് വിവരം പാർക്ക് ജീവനക്കാരെ അറിയിച്ചതെന്നും ചാൾസ് പറഞ്ഞു. കിഴക്കമ്പലം ലയൺസ് ജംഗിൾ പാർക്കിൻ്റെ മാനേജർ ചാൾസ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു. ചാൾസ്, എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത്? ഒരു 10 മണിയോട് കൂടിയാണ് ഈ സ്കൂൾ ബാച്ച് ഇവിടെ വന്നേക്കുന്നത്. നമ്മുടെ ഓഡിറ്റോറിയത്തിൽ 25 കുട്ടികളെയും ഈ 8 ടീച്ചർമാരും ഓഡിറ്റോറിയത്തിൽ കൊണ്ടുപോയി ഞാൻ ഇവരോട് നമ്മൾ അലോൺസ് ചെയ്യും. ഏത് കുട്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന റൈഡുകളുണ്ട്, ഇന്ന വാട്ടർ ഗെയിമുണ്ട്, അപ്പോൾ അവിടെ നിങ്ങൾ സുരക്ഷിതമായിട്ട് നോക്കണം, ടീച്ചർമാർ പ്രത്യേകം കുട്ടികളെ കെയർ ചെയ്യണം നമ്മൾ പറയാറുണ്ട്. അതുപോലെ തന്നെ ഇവരോടും നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ 25 കുട്ടികളുള്ളൂ, അതുകൊണ്ട് ചാൾസ് ഏട്ടൻ ഇതിൻ്റെ പിന്നാലെ വരണ്ട, ഞങ്ങൾ തന്നെ കെയർ ചെയ്തോളാമെന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇവരുടെ പിന്നാലെ പോയില്ല. അല്ലെങ്കിൽ വേറെ ഇഷ്ടം പോലെ സ്കൂൾ ബാച്ച് വന്നിട്ടുണ്ട്, 200ഓളം കുട്ടികൾ വന്നിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾ മാനേജറുണ്ട്, ഞങ്ങളുടെ കൂടെ വേറെ സ്റ്റാഫുകളുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ അവരെ മാനേജ് ചെയ്യാറുണ്ട്. ഇവരെ നമ്മൾ മാനേജ് ചെയ്യാൻ പറ്റാതെ പോയ കാരണം ഇതുകൊണ്ടാണ്. പിന്നെ എങ്ങനെയാണ് ഈ ചതുപ്പിലേക്കൊക്കെ ഈ കുട്ടി എത്തുന്നത്? ഈ കുട്ടിക്ക് സംസാരിക്കാൻ ശേഷിയില്ലാത്തതാണ്, ചുഴലി പോലത്തെ അങ്ങനെ ചെറിയൊരു അസുഖമുള്ള കുട്ടിയാണ്. ഈ കുട്ടിയെ പ്രത്യേകം നിങ്ങൾ കെയർ ചെയ്യണമെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്ന് വിട്ടേക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമ്മുടെ ചെറിയൊരു ആമ്പൽക്കുളം ഉണ്ട്, അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു മുട്ടിൻ്റെ അത്രയും പോലെ താഴ്ചയില്ലാത്തൊരു ആമ്പൽക്കുളത്തിൽ ആദ്യം ഈ കുട്ടി വീണായിരുന്നു. ഈ കുട്ടി വെള്ളത്തിലേക്ക് എടുത്തതിന് ശേഷം ഈ ടീച്ചർമാർ തന്നെ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മാറി ഇതിനൊക്കെ ഫുഡൊക്കെ കൊടുത്തിട്ട് ഇതിനെ വെട്ടത്. എങ്കിൽ ആ സമയത്തെങ്കിലും നമ്മളോടൊന്ന് പറയായിരുന്നു, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നുകൂടെ കെയർ കൊടുത്തേനെ. പക്ഷെ നമ്മളോട് ഇതൊന്നും പറഞ്ഞില്ല. ഈ ചതിപ്പിൽ വീഴുന്ന മുമ്പ് ഈ കുട്ടിയെ കാണാതെ പോയ സമയത്ത് നമ്മളോട് പറയുന്നത് അരമണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ പറയുന്നത് കുട്ടി മിസ്സാന്ന് പറയുന്നത് തന്നെ. ഈ മേളിലേക്ക് ഈ എൻട്രൻസിലേക്ക് ഓടിപ്പോകുന്നതാണ് കുട്ടികളെ ഇവർ പറയുന്നത്. പക്ഷെ കുട്ടി പോയത് അങ്ങോട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഈ പ്രശ്നം ഈ ഏരിയ മാത്രമേ നമ്മൾ നോക്കിയത്. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് നോക്കാൻ പറ്റാതെ പോയി. പാർക്കിൻ്റെ ഔട്ട് സൈഡിലാണ് ഈ സംഭവം നടക്കുക. റൈഡിൽ നിന്ന് കളിച്ചുകൊണ്ടിരുന്നപ്പം ഓടിപ്പോയി പോകുന്ന ഭാഗം വെള്ളത്തിൽ വീണത്. നമ്മൾ ആ സമയത്ത് അന്വേഷിച്ച് ഞാനാണ് അങ്ങോട്ട് ചെല്ലുന്നത്. ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ തന്നെ ആദ്യം ഒന്ന് കടന്നു പോകുമ്പം ഈ വെള്ളത്തിലൊരു പ്ലാസ്റ്റിക് കവർ പോലെ കിടക്കുന്നതാണ് ഞാൻ കണ്ടത്. പക്ഷെ കുട്ടിയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. തിരിച്ച് കുറച്ച് അങ്ങോട്ട് പോയതിന് ശേഷം പിന്നെ എനിക്കൊരു മൈൻഡ് തോന്നി ഇതാണോ എന്ന് ഞാൻ തിരിച്ചു വന്ന് നോക്കിയപ്പോഴാണ് വെള്ളത്തിൻ്റെ അടിയിൽ കുട്ടി കിടക്കുന്നത്. അപ്പം തന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തിനോട് പറഞ്ഞ് ചാടാൻ പറഞ്ഞു. ചാടി അവനെടുത്ത് എൻ്റെ കയ്യിലോട്ട് തന്നു. ഞാനപ്പം തന്നെ പാർക്കിൻ്റെ അകത്ത് കൊണ്ടുവന്നു CPR കൊടുത്തു. വായിൽ നിന്ന് ഫുഡെല്ലാം വലിച്ചെടുത്തു. ഫുഡെന്ന് പറഞ്ഞാൽ ഈ നൂഡിൽസ് പോലത്തെ ഫുഡായിരുന്നു. ആ ഫുഡെല്ലാം വലിച്ചെടുത്തു, കംപ്ലീറ്റ് കളഞ്ഞു. CPR നല്ലപോലെ കൊടുത്തു. അപ്പം തന്നെ കാറിൽ കയറ്റി നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിക്കുകയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. പക്ഷേ ആ സമയത്ത് ഈ ടീച്ചർമാർ നമ്മൾ അരമണിക്കൂർ പോയ സമയത്ത് പറയുമായിരുന്നെങ്കിൽ ഒരു കുട്ടി നമുക്ക് രക്ഷിക്കാൻ പറ്റിയാൻ. കാരണം പറഞ്ഞ 5 മിനിറ്റ് കൊണ്ട് ഞങ്ങൾ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. സ്കൂളിലെ ടീച്ചേഴ്സിന് വലിയ വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവർ നമ്മളോടൊന്ന് ഇൻഫോം ചെയ്യണമായിരുന്നു, കുട്ടി മിസ്സാന്ന് പറയണമായിരുന്നു. ഓൺ ദി സെക്കൻഡിൽ ഞങ്ങൾ അറിഞ്ഞ അപ്പം തന്നെ ഞാൻ ഞങ്ങളുടെ മാനേജറെ വിളിച്ച് പറഞ്ഞു ഇവിടെ ഒരു കുട്ടി മിസ്സാണ്, എത്രയും പെട്ടെന്ന് പോലീസിനെ അറിയിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം അപ്പം തന്നെ പോലീസിനെ അറിയിക്കുകയും ചെയ്തു. ഞങ്ങൾ കുട്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ എത്തുമ്പോൾ തന്നെ പോലീസ് പാർക്കിലേക്ക് വന്നിരുന്നു. എന്തുകൊണ്ടാണ് ലൈസൻസ് എടുക്കാതെ പ്രവർത്തിക്കുന്നത്? നമ്മൾ പല തവണ പഞ്ചായത്തിൽ കയറി ഇറങ്ങി ലൈസൻസിന് വേണ്ടി. അതിൻ്റെ പേപ്പറൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. പഞ്ചായത്തിൽ നമ്മൾ അപേക്ഷ കൊടുത്തു, ഇങ്ങനെ ഒരു പാർക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം, അതിന് വേണ്ടി നമുക്ക് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞ് നമ്മൾ പല പ്രാവശ്യം പല മെമ്മോറാണ്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്.